മന്ത്രവാദിനികൾക്കെല്ലാം ഒരു പൂച്ചകളായി നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മന്ത്രവാദിനിയുടെ പൂച്ചയാണ് ഗ്രിമൽക്കിൻ. ഈ ഗ്രിമൽക്കിൻ്റെ മക്കളാണ് സൂട്ടിക്ക ആൻഡ് ഗൊബോലിനോ. ഈ വിച്ചസ് കാറ്റ്സിൻ്റെ മക്കളും വിച്ചസ് കാറ്റ്സ് ആവാറാണ് പതിവ്. പക്ഷേ ഗൊബോലിനോയ്ക്ക് വിച്ചസ് കാറ്റ് ആവേണ്ട, കിച്ചൺ കാറ്റ് ആയാൽ മതി. അതിന് ഗൊബോലിനോയ്ക്ക് സാധിക്കുമോ? ഹായ്, ഞാൻ അജ്മൽ. വെൽക്കം ടു റെയിൻബോ റിവ്യൂസ്. ഉർസുല മൊറേ വില്യംസ് എഴുതിയ ഗൊബോലിനോ ദ വിച്ചസ് കാറ്റ് എന്നത് മനോഹരമായ ഒരു സാഹസിക കഥയാണ്. ഒരു വിച്ചസ് കാറ്റായി ജനിച്ച് കിച്ചൺ കാറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഗൊബോലിനോ എന്ന പൂച്ചയുടെ കഥയാണിത്. സൂട്ടിക്കയും ഗൊബോലിനോയും വളർന്ന ഗുഹയിൽ നിന്ന് അവർ ആദ്യമായി പുറത്തിറങ്ങുന്ന രാത്രിയിലാണ് കഥ ആരംഭിക്കുന്നത്. സൂട്ടിക്കയോട് ഗൊബോലിനോ ചോദിക്കുന്നു അവൾ വലുതാവുമ്പോൾ എന്താവുമെന്ന്. അവളുടെ അമ്മയെപ്പോലെ ഒരു വിച്ചസ് കാറ്റ് ആവുമെന്നാണ് അവൾ പറയുന്നത്. എല്ലാ മന്ത്രങ്ങളും പഠിച്ചൊരു വിച്ചസ് കാറ്റ്. പക്ഷേ ഗൊബോലിനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഗൊബോലിനോ പറയുന്നത് അവനൊരു കിച്ചൺ കാറ്റ് ആവുമെന്നാണ്. തീ കൂട്ടിയിട്ടിരിക്കുന്നതിനടുത്തിരിക്കുകയും കുട്ടികളോടൊപ്പം കളിക്കുകയും എലി വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വീടിനെയും അവിടുത്തെ കുഞ്ഞിനെയും നോക്കുകയും കുട്ടികൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവിടുത്തെ അമ്മയുടെ മടിയിൽ കയറി കിടക്കുകയും ചെയ്യുന്ന ഒരു പാവം കിച്ചൺ കാറ്റ്. പിന്നെയാണ് സൂട്ടിക്ക ശ്രദ്ധിക്കുന്നത് ഗൊബോലിനോയുടെ ഒരു പാദം വെള്ളയാണ്. വിച്ചസ് കാറ്റ്സിന് അങ്ങനെയല്ല, അവർക്ക് മുഴുവൻ കറുപ്പാണ്. അതുപോലെ അവൻ്റെ കോട്ട് ജെറ്റ് ബ്ലാക്കിന് പകരം ഒരു ടാബി ഷെയ്ഡാണുള്ളത്. വിച്ചസ് കാറ്റ്സിനാണെങ്കിൽ പച്ച നിറത്തിലുള്ള കണ്ണുകളാണുള്ളത്, പക്ഷേ ഗൊബോലിനോയ്ക്ക് നീല നിറത്തിലുള്ള കണ്ണുകളാണുള്ളത്. പിന്നീട് ഗ്രിമൽക്കിനും മന്ത്രവാദിനെയും കൂടി ഇവരെ മറ്റ് വിച്ചുകളുടെ അടുത്ത് ഏൽപ്പിക്കാൻ പോകുന്നു. സൂട്ടിക്കയെ ഒരു വിച്ച് ഏറ്റെടുക്കുന്നു. പക്ഷേ ഒരു വെള്ളപ്പാദവും നീല കണ്ണുകളുമുള്ള ഗൊബോലിനോയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അവർ ഗൊബോലിനോയെ ഗുഹയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. പിന്നീട് തനിക്ക് പറ്റിയ ഒരു വീട് തേടി ഇറങ്ങുകയാണ് ഗൊബോലിനോ. ഗൊബോലിനോ ഓരോ സ്ഥലത്തെത്തുകയും ഒരു വിച്ചസ് കാറ്റ് ആയതിൻ്റെ പേരിൽ അവിടെ നിന്നെല്ലാം പോകേണ്ടിയും വരുന്നു. അനാഥാലയം, കൊട്ടാരം, കപ്പൽ, അങ്ങനെ പല സ്ഥലത്തും ഗൊബോലിനോ എത്തിപ്പെടുന്നു. അവിടെയുള്ളവരെല്ലാം ഗൊബോലിനോട് ആദ്യം സ്നേഹമായിട്ടാണ് പെരുമാറുന്നതെങ്കിലും ഒരു വിച്ചസ് കാറ്റിനെ വിശ്വസിക്കാനും കൂടെ നിർത്താനും അവർ തയ്യാറല്ല. അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം അവനെതിരെ തിരികെയാണ് പലപ്പോഴും ഉണ്ടാവുക. ഗൊബോലിനോയെ നമുക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പേടിക്കപ്പെടാനല്ല, സ്നേഹിക്കപ്പെടാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നത് അവനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവനൊരു വിച്ചസ് കാറ്റായി നിലനിൽക്കാൻ ആഗ്രഹിക്കാത്തത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ അവൻ ആനന്ദം നൽകുന്ന മറ്റൊരു കാര്യമില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് തൻ്റേതിനേക്കാൾ പ്രാധാന്യം കൊടുക്കാൻ അവനൊരു മടിയുമില്ല. 1942 ഈ പുസ്തകം ഇറങ്ങിയതെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ കഥയുടെ മൂല്യത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരുപാട് മന്ത്രവാദിനികളുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും മന്ത്രവാദിനിയുടെ പൂച്ചയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അധികം കഥകൾ നമ്മൾ കേട്ടിട്ടില്ല. അതുതന്നെയാണ് ഈ ബുക്കിനെ വ്യത്യസ്തമാക്കുന്നത്. എ ഫ്രണ്ട്ലി റൂഫ്, എ ഗുഡ് ഫയർ, എ വർതി മദർ ആൻഡ് കൈൻഡ് ഹാർട്ടഡ് ചിൽഡ്രൻ. അത്രയും മാത്രമേ ഗൊബോലിനോ ആശിക്കുന്നുള്ളൂ. അതിനുവേണ്ടിയുള്ള യാത്രക്കിടയിൽ അവനുണ്ടാകുന്ന ഉയർച്ചയോടും താഴ്ചയോടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ ബുക്കിനെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഇതൊരു ഫെയറി ടെയിൽ പോലത്തെ കഥയാണ്. കുട്ടികൾക്ക് വായിക്കാനും വായിച്ചു കൊടുക്കാനും പറ്റിയൊരു കഥയാണ്. അത്രയുമാണ് ഈ ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള റിവ്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.